നമസ്തേ. ഒരു ദിവസം കൃഷ്ണൻ മൈത്രക്ക് ഒരു കത്ത് കിട്ടി. പണ്ഡിതനായ സുഹൃത്തേച്ചനാണ് കത്ത്. കടിച്ചാൽ പൊട്ടാത്ത സംസ്കൃത ശ്ലോകത്തിലാണ് കത്ത് എഴുതിയിരിക്കുന്നത്. പുള്ളിക്കാരൻ വായിച്ചിട്ടൊന്നും മനസ്സിലാകുന്നില്ല. ഉടനെ നാണുവിനെ വിളിച്ചു. ആ കത്ത് കയ്യിൽ കൊടുത്തു. നാണു ആ കത്ത് വായിച്ചു. അതിൻ്റെ അർത്ഥമെല്ലാം സവിസ്തരം പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ കൃഷ്ണൻ മൈത്രക്ക് അനന്തരവനെക്കുറിച്ച് കൂടുതൽ അഭിമാനം തോന്നി. ആണോ, നീ നാളെ തന്നെ കായംകുളത്തേക്ക് പോകാൻ ഇറങ്ങിക്കോളൂ. അവിടെ കൊമ്മൻപിള്ളി രാമൻപിള്ളി ആശാനുണ്ട്. മഹാവിദ്വാനാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിനക്ക് കാവ്യങ്ങളും മറ്റും പഠിക്കാം. വാരണപ്പള്ളിയിൽ താമസിക്കുകയും ചെയ്യാം. വൈകേണ്ട, നാളെ തന്നെ ഒരുങ്ങിക്കോളൂ. അമ്മാവൻ്റെ ആജ്ഞയെ ശിരസ വഹിച്ചുകൊണ്ട് നാണു അടുത്ത ദിവസം തന്നെ കായംകുളത്തേക്ക് യാത്ര തിരിച്ചു. വളരെ കൃത്യമായ ഒരു സ്വീകരണമാണ് നാണുവിനവിടെ വെച്ചത്. എത്ര സ്നേഹമുള്ള ഗുരുനാഥൻ, എത്ര നല്ല പെരുമാറ്റം. നാണുവിന് അവൻ്റെ ഗുരുനാഥനെക്കുറിച്ച് കൂടുതൽ ബഹുമാനം തോന്നി. ഋഷ്യതുല്യനായ മനുഷ്യൻ, ലളിതമായ ജീവിതം, ഉയർന്ന ചിന്ത എന്ന പൗരാണിക ദർശനത്തിൻ്റെ മൂർത്തിഭാവമായിരുന്നു രാമൻപിള്ളി ആശാൻ. ഓരോ ശിഷ്യൻ്റെയും പ്രത്യേകമായ വാസനയും അഭിരുചിയും കണ്ടറിഞ്ഞ് അവരെ ആ വഴിക്ക് തിരിച്ചുവിടുന്നു. ജീവിതത്തിൻ്റെ സാത്വിക ഭാവത്തെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുന്നു. ഒന്നും രണ്ടും വിദ്യാർത്ഥികളെല്ലാം അവിടെ പഠിക്കുന്നത്. 60 ശിഷ്യന്മാരാണ് പഠിക്കുന്നത്. പലർക്കും പലതാണ് വിഷയം. ചിലർക്ക് വ്യാകരണമാണെങ്കിൽ മറ്റു ചിലർ പഠിക്കുന്നത് വേദാന്തമായിരിക്കും. നാണുവിന് ആദ്യമായി പറഞ്ഞു കൊടുത്തത് രഘുവംശമാണ്. വാഗർത്ഥാവിവസം പ്രക്രൗ വാഗർത്ഥപ്രതിപത്തൈ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരവും. ഓരോ ദിവസവും ഓരോ ശ്ലോകങ്ങൾ വീതം പറഞ്ഞു കൊടുക്കും. ഒരാഴ്ച അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ നാണു ആശാനോട് പറഞ്ഞു, ആശാനെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? ദിവസവും 2 ശ്ലോകങ്ങൾ വീതം പഠിച്ചാൽ എനിക്ക് അടുത്തെങ്ങും പഠനം പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട്. ഓഹോ, കാര്യം മനസ്സിലായി. നാണു വിഷമിക്കേണ്ട. നാളെ മുതൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് കൂടി നാണു അങ്ങ് കേട്ടുപഠിച്ചോളൂ. നാണുവിൻ്റെ മിടുക്ക് എത്രയ്ക്കുണ്ടെന്ന് നാം ഒന്ന് കാണട്ടെ. ആശാനത് പറഞ്ഞെങ്കിലും ആലോചിച്ചു. എല്ലാ കുട്ടികൾക്കും കൂടുതൽ പഠിപ്പിക്കുന്നതിനാണ് പരാതി. നാണുവിന് നേരെ മറിച്ചാണ്. അന്നു മുതൽ ആശാനവരെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നാണുവിൻ്റെ കഴിവിനെക്കുറിച്ച് ആശാന് ബോധ്യമായി. കാവ്യനാടകങ്ങൾ മാത്രമല്ല, മറ്റുള്ളവരെ പഠിപ്പിച്ച വേദാന്തവും തത്വശാസ്ത്രവും അലങ്കാരവും എല്ലാം നാണു ഹൃദിസ്ഥമാക്കി. അത് മാത്രമല്ല, ചില സന്ദർഭത്തിൽ ആശാന് സംശയമുള്ള ചില പദ്യങ്ങളുടെ അർത്ഥം ശിഷ്യൻ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതോടെ ആ ക്ലാസ്സിലെ ചട്ടമ്പിയായി മാറി. ഈ ചട്ടമ്പി എന്ന് കേൾക്കുമ്പോൾ മുഷ്കനോ തൻ്റെടിയോ റൗഡിയോ ഒക്കെയാണ് തോന്നിപ്പോകുമല്ലേ? എന്നാൽ അങ്ങനെയല്ല. തെക്കൻ തിരുവിതാംകൂറിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിയെയാണ് അന്ന് ചട്ടമ്പി എന്ന് വിളിച്ചിരുന്നത്. ഒരു ദിവസം ആശാൻ സ്വകാര്യമായി വിളിച്ചിട്ട് ചോദിച്ചു, നാണു, നിന്റെ നാളെ ഏതാണ്? ചതയം. മാസം ചിങ്ങം. മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിയിട്ട് അദ്ദേഹം പറഞ്ഞു, ആയുരാരോഗ്യ ഐശ്വര്യം ധനധാന്യ സുഖപ്രദം ജ്ഞാനപ്രദം വിശേഷേണ മഹദൈശ്വര്യകാരകം. ആണോ, നിന്റെ വിശേഷപ്പെട്ട ജനനമാണ്. സാത്വികാത്മാവായ ഒരു ചരിത്ര പുരുഷനായി തീരുന്നാണോ. ശരി, നാളെ മുതൽ നമുക്ക് അല്പം വേദാന്തം കൂടി ചർച്ച ചെയ്താലെന്താ? എനിക്ക് വേദാന്തം പഠിക്കാൻ വലിയ ആഗ്രഹമാണ്. ഓ, അതെനിക്കറിയാം. നിന്റെ തത്വജിജ്ഞാസ ഒടുങ്ങാത്തതാണ്. നിന്നിൽ അർപ്പിക്കുന്ന വിദ്യ വ്യർത്ഥമാവുകയില്ല. അത് മുളച്ചു വളർന്ന് അനേക ജനങ്ങൾക്ക് അഭയം നൽകുന്ന ഒരു വടവൃക്ഷമായി തീരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ശരി, നാളെ മുതൽ നമുക്ക് വേദാന്തം മനസ്സിലാക്കാൻ ശ്രമിക്കാം. നാണു പോയിക്കോളൂ. ഗുരുനാഥൻ അകമഴിഞ്ഞ് ആശീർവദിച്ചപ്പോൾ നാണുവിൻ്റെ ഹൃദയം കുളിർത്തുപോയി. മാസങ്ങൾ ചിലത് കഴിഞ്ഞു. ഒരു ദിവസം ഉന്നത കുലജാതന്മാരും സാഹിത്യരസികന്മാരുമായ അനേകം സഹപാഠികൾ അവിടെ ഉണ്ടായിരുന്നെങ്കിലും നാണുവിൻ്റെ ഇഷ്ട സുഹൃത്ത് വാരണപ്പള്ളിയിൽ കാലികളെ മേയ്ക്കാൻ വരുന്ന മുലയനായി ചാത്തനായിരുന്നു ഇഷ്ട സുഹൃത്ത്. ചില സായാന്തരങ്ങളിൽ കുട്ടികൾ തമാശകൾ പറഞ്ഞ് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാണു നേരെ ചാത്തപ്പുലിൻ്റെ സമീപമെത്തും. ചാത്ത, ഇനി അടുത്ത് വരൂ. വേണ്ട തമ്പ്ര, അടിയനിവിടെ നിന്നോളാം തമ്പ്ര. ഏയ്, അത് പറ്റില്ല. നമ്മളൊക്കെ മനുഷ്യരല്ലേ. ഇനി അടുത്ത് വരൂ. അതിരിക്കട്ടെ, ചാത്തിന് എഴുതാനും വായിക്കാനും ഒക്കെ അറിയാമോ? അറിഞ്ഞോടാ തമ്പ്ര. ഏയ്, അത് പറ്റില്ല. എല്ലാ ദിവസവും ജോലി കഴിയുമ്പോൾ ദാ ഈ മാഞ്ചുവട്ടിൽ വരണം.
നാം നിന്നെ അക്ഷരവിദ്യ പഠിപ്പിക്കും. വരില്ലേ ചാത്ത? അടിയൻ വരാം തമ്പ്ര, അടിയൻ വരാം. അടിയൻ വലിയ സന്തോഷം. വരാം തമ്പ്ര അടിയൻ. വളരെ സന്തോഷത്തോടു കൂടിയാണ് അന്ന് ചാത്തൻ അവൻ്റെ കുടിലേക്ക് മടങ്ങിപ്പോയത്. പക്ഷേ അടുത്ത ദിവസം മുതൽ ചാത്തനെ ആ കുടിൽ വാർണപ്പള്ളിയിൽ കണ്ടതേയില്ല. ഇത് കണ്ട് നാണുവിനാകെ വിഷമമായി. എന്തായിരിക്കും ചാത്തന് സംഭവിച്ചത്? എന്തായാലും വാർണപ്പള്ളിയിലെ കാരണവരോട് അന്വേഷിക്കുക തന്നെ. നേരെ ചെന്നു കാരണവരോട് ചോദിച്ചു, അതെ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ നാണുവിന് ചോദിക്കാനുള്ളത്? ചോദിച്ചോളൂ. അതെ, നമ്മുടെ ചാത്തൻ എന്താ ഇപ്പം ഇങ്ങോട്ട് വരാത്തത്? നാണു എന്തിനാ ഇതൊക്കെ തിരക്കുന്നത്? അവരൊക്കെ നീച്ച കുലജാതന്മാരല്ലേ? പുലയരും നമ്മളെപ്പോലെ മനുഷ്യരല്ലേ? മനുഷ്യനെ സ്നേഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? ആ, തെറ്റും ശരി ഒന്നും നോക്കണ്ട. ഓരോ ജാതിക്കും ഓരോ ആചാരവിശ്വാസങ്ങളുണ്ട്, അതനുസരിച്ച് ജീവിച്ചാൽ മതി. അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നമ്മുടെ ചാത്തൻ എന്താ ഇങ്ങോട്ട് വരാത്തത്? അവന് ദീനം വല്ലതും പിടിച്ച് കിടപ്പിലാണോ? അതെ, അവന് കുഷ്ഠരോഗമാണ്. എന്ത്? ചാത്തന് കുഷ്ഠരോഗമോ? ഇല്ല ഇല്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. അന്ന് തന്നെ നാണു നേരെ ചാത്തൻ്റെ മാടത്തിന് മുന്നിലെത്തി. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ചാത്തൻ ആ കുടിലില്ല എന്ന്. അങ്ങകലെ ഒരു കുറ്റിക്കാട്ടിൽ ഒറ്റയ്ക്കൊരു മാടം കെട്ടി അവനെ ഒറ്റയ്ക്ക് താമസിപ്പിച്ചിരിക്കുകയാണ്. എന്തും വരട്ടെ, നാണു നേരെ ചാത്തൻ്റെ മാടത്തിന് മുന്നിലേക്ക് പോയി. വളരെ ദൂരെ വെച്ച് ചാത്തൻ കണ്ടു. തമ്പ്ര, തമ്പ്ര എൻ്റെ ഇവിടെ വന്നു തമ്പ്ര. പോകൂ തമ്പ്ര, പോകൂ തമ്പ്ര. വല്ലവരെ കണ്ട പോകൂ തമ്പ്ര. ചാത്ത, നിനക്ക് എന്ത് പറ്റിയടാ? ചാത്തൻ്റെ മുഖത്തേക്കും പഴുത്തൊലിക്കുന്ന വൃണങ്ങളിലേക്ക് നോക്കിയപ്പോൾ മനുഷ്യസ്നേഹിയായി നാണുവിൻ്റെ ഹൃദയം തേങ്ങി. ചാത്ത, എന്താ നിനക്ക് സംഭവിച്ചത്? പറയൂ ചാത്ത. തമ്പ്ര, ചാത്ത, നീ വിഷമിക്കരുത്. നീ ഇത് കണ്ടോ? ദാ ഈ മരം നീ കണ്ടോ? ഇതിൻ്റെ ഇലകൾ പറിച്ച് തിളപ്പിച്ച വെള്ളത്തിൽ നീ ദിവസവും കുളിക്കണം. എന്നിട്ട് ദാ ഈ മരൂട്ടിയെന്ന് അതിൽ തടവണം. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നല്ലോ? തമ്പ്ര, അടിയത് മനസ്സിലാവുന്നു തമ്പ്ര. നാടു വേഗം അവൻ്റെ വൃണകൾ കഴുകി ശുചിയാക്കി തൻ്റെ കൈവശമുണ്ടായിരുന്ന മരൂട്ടി എണ്ണ അതിൽ തടവി ആശ്വസിപ്പിച്ചുകൊണ്ട് ചോദിച്ചു, ചാത്ത, നിനക്ക് ആശ്വാസം തോന്നുന്നുണ്ടോ? തമ്പ്ര, തമ്പ്ര, അടിയത് വലിയ ആശ്വാസം തോന്നുന്നു തമ്പ്ര. നീ വിഷമിക്കരുത്. ഇടയ്ക്കിടയ്ക്കൊക്കെ നിന്നെ ഞാൻ വന്ന് കണ്ടുകൊള്ളാം. ഇപ്പം ഞാൻ പോകട്ടെ. ധൈര്യമായിട്ടിരിക്കും. ഈ രോഗം പൂർണ്ണമായിട്ടും മാറും. ഒരു ദിവസം നാണുവശൻ വാർണപ്പള്ളിയിൽ താമസിക്കുന്ന സമയത്ത് വളരെ വിഷാദമോഹനായി കാണപ്പെട്ടു. ഇത് കണ്ട് കൂട്ടുകാരെല്ലാവരും വളരെ പരിഭ്രമിച്ചു. ഓടിച്ചെന്നു രാമൻ പിള്ളയാശാനെ വിവരം ധരിപ്പിച്ചു. രാമൻ പിള്ളയാശാൻ വന്നു നാണുവിനോടായി ചോദിച്ചു, നാണു, എന്താ നിൻ്റെ മുഖം വല്ലാണ്ട് വാടിയിരിക്കുന്നത്? എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയൂ. അതിനുള്ള മറുപടി ഒരു ശ്ലോകമായിരുന്നു. ഭൂയോ വൃത്തി നിവർത്തയായി ഭുവനവും സത്തിൽ തിരോഭൂതമായി പീയൂഷധ്വനിലീനമായി ചുഴലവും ശോഭിച്ചു ദീപപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമാ കായാവിൻ മലർമേനി കൗസ്തുഭമണിഗ്രീവന്റെ ദിവ്യോത്സവം. ഈ ശ്ലോകം കേട്ട മാത്രയിൽ തന്നെ തൻ്റെ ശിഷ്യന് ലഭിച്ച ഈശ്വരാനുഭൂതിയെ മനസ്സിലാക്കിയ രാമൻ പിള്ളയാശൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. ശിഷ്യനെ മാറോട് ചേർത്ത് തഴുകി തലോടിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു, മോനെ, നിന്നെപ്പോലൊരു ശിഷ്യനെ ലഭിച്ചത് കൊണ്ട് ഞാൻ കൃതാർത്ഥനായിരിക്കുന്നു, സന്തുഷ്ടനായിരിക്കുന്നു. കായാമ്പോ വർണ്ണനായ സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ ദിവ്യ ദർശനം നിനക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇതോടെ നീ ഇവിടെ നിന്ന് പഠിക്കേണ്ടതൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നിന്നിലുള്ള വിദ്യ നീ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അവർ നിന്നെ പൂജിക്കും, ആരാധിക്കും. ഞങ്ങൾക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. നീ ദർശിച്ച ആ രൂപത്തെ ഞങ്ങൾക്ക് കൂടി കാണുവാൻ ആഗ്രഹമുണ്ട്. ആയതിനാൽ ആ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് ഒരു ചെറിയ കവിത എഴുതിത്തരണം. ആ കവിത ചൊല്ലി ഞങ്ങൾ നിർവൃത്തി അടഞ്ഞുകൊള്ളാം. തൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ ശിരസ വഹിച്ചുകൊണ്ട്
നാണു അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് ഒരു കവിത എഴുതി. ശ്രീ വാസുദേവ സരസീരുക പാഞ്ചജന്യ കൗമുദകി ഭയനിവാരണ ചക്രപാണി ശ്രീവത്സ വത്സ സകലാമയമൂലനാശിൻ ശ്രീഭൂപദേ ഹര ഹരേ സകലാമയം മേ എന്ന് തുടങ്ങുന്ന ഉത്കൃഷ്ടകൃതിയാണ് പിന്നീട് വാസുദേവാഷ്ടകം എന്ന പേരിൽ പ്രസിദ്ധി ആർജിച്ചത്. വാസുദേവാഷ്ടകം കൂടാതെ പല കൃതികളും വാരണപ്പള്ളിയിൽ നിന്ന് രചിച്ചിട്ടുണ്ട്. 1-2 വർഷമല്ല, നീണ്ട 3 വർഷക്കാലം നാണു കുമ്മപിള്ളി രാമൻപിള്ളി ആശാൻ്റെ കീഴിൽ വിദ്യ അഭ്യസിച്ചു. അപ്പോഴാണ് നാണുവിന് പെട്ടെന്നൊരു വയറുകടി പിടിപെട്ടത്. വയറുകടി എന്ന് വെച്ചാൽ ഭയങ്കര വയറുകടി. പുതുപ്പള്ളിയിലെ പ്രധാനപ്പെട്ട എല്ലാ വൈദ്യന്മാരെ ചികിത്സിച്ചു, പക്ഷേ രോഗത്തിന് യാതൊരു കുറവും കാണുന്നില്ല. അങ്ങനെ വാരണപ്പള്ളിയിലെ കാരണവരും കുമ്മമ്പിള്ളി രാമൻപിള്ളി ആശാനും വീട്ടിലറിയിച്ചു. അവിടെ നിന്ന് കൃഷ്ണൻ വൈദ്യർ വന്നു, നാണുവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ചെന്ന് വെറും 3 നേരത്തെ മരുന്ന് വൈദ്യൻ കൊടുത്തോളൂ. അതോടെ രോഗം പൂർണ്ണമായി ഭേദപ്പെട്ടു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ കൃഷ്ണൻ വൈദ്യർ നാണുവിനോട് ചോദിച്ചു, നാണു, നിനക്കിനി പുതുപ്പള്ളിയിലേക്ക് പോകണമെന്നുണ്ടോ? വേണ്ട അമ്മവാ, ഞാനിപ്പോൾ കുറേ പഠിച്ചതല്ലേ, ഇനി എന്തെങ്കിലും പ്രവർത്തിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ നീ ആഗ്രഹിക്കുന്നത്? മറ്റൊന്നുമല്ല, ഒരു കുടിപ്പള്ളിക്കുടം തുടങ്ങാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓ, വളരെ നല്ല കാര്യം. എന്നാൽ താമസിക്കണ്ട, നാളെ തന്നെ തുടങ്ങിക്കോളൂ. ഭാഗനെ എൻ്റെ ധീരമാണ് കൃഷ്ണൻ വൈദ്യർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശശുദ്ധി വ്യക്തമായി പിടികിട്ടിയില്ല. എന്നാൽ നാണുവിനെ സംബന്ധിച്ചിടത്തോളം അതിന് വ്യക്തമായ ഒരു ലക്ഷ്യബോധമുണ്ടായിരുന്നു. അന്ധരമാറ്റേ മനുഷ്യരിത്തം സുന്ദര ദീപ്ത പ്രശോഭമാക്കാൻ എന്നും ഈ വിദ്യയ്ക്കു മാത്രമല്ലാതെ ഒന്നിനും മഞ്ഞിൽ കഴിയുകില്ല. അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും ആണ്ടുകിടക്കുന്ന ഒരു വിഭാഗം ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വിദ്യാഭ്യാസം ഒരു അനിവാര്യ ഘടകമാണെന്ന് നാണു നേരത്തെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കുടിപ്പള്ളിക്കടം തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. അതോടെ നാണു ആശാനായി മാറി. പക്ഷെ അവിടെയും ഉണ്ടൊരു കുഴപ്പം. ഭൂമിയിൽ ജനിച്ച മനുഷ്യർക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാൻ പറ്റിയതല്ലായിരുന്നു അന്നത്തെ സാമുദായിക നീതി. സവർണരുടെ കൂട്ടത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവരാണല്ലോ നായന്മാർ അല്ലെങ്കിൽ ശൂദ്രന്മാർ. അവരുടെ സ്കൂളിൽ പോലും അന്നൊരു ഈഴവ കുട്ടിയെ കയറ്റില്ല. അഥവാ പഠിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ പുറത്തിരുന്ന് പഠിച്ചുകൊള്ളണം. വടിയെടുത്ത് അടിക്കുന്നത് പോലും അന്ന് തീണ്ടലാണ്. ഒരു ഈഴവക്കുട്ടി എന്തെങ്കിലും കുറ്റം കാണിച്ചാൽ അവനെ അടിക്കാറില്ല, പകരം വടിയെടുത്ത് പട്ടിയെ എറിയുന്ന കണക്ക് ഒറ്റയേറാ. അപ്പോൾ പിന്നെ ഒരു ഈഴവൻ്റെ സ്കൂളിൽ ഹീനജാതിക്കാരനെ കയറ്റുമോ? അധകൃത വർഗത്തിന് പൊതുവെ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്നു. അന്ന് നാണുവാശനെ അലട്ടി ഒരേ ഒരു പ്രശ്നം അതായിരുന്നു. അവശ്യരും അർത്ഥന്മാരുമായി അവരെ ബോധവാന്മാരാക്കാൻ എന്താണൊരു മാർഗം? അധികം താമസിയാതെ തന്നെ നാണുവാശൻ അതിനൊരു മാർഗം കണ്ടുപിടിച്ചു. അന്തിമയങ്ങും നേരത്ത് ആരും കാണാതാവിരുതൻ ചണ്ടാലക്കുടിലുകൾ കയറിയിറങ്ങി അക്ഷരവിദ്യ പഠിപ്പിച്ചു. ചണ്ടാലക്കുടിലുകൾ കയറിയിറങ്ങി അക്ഷരവിദ്യ പഠിപ്പിച്ചു. പക്ഷേ ആ പരിപാടി അതേ ദിവസം തുടർന്നു പോയില്ല. ഇവർ അമ്മാവൻ്റെ ചെവിയിലെത്തി. ഇടാ നാണു, നീ വയൽവാരത്ത് വീടിൻ്റെ അന്തസ്സ് കളഞ്ഞു കുളിച്ചില്ലേ? എന്താ അമ്മാവ, എന്താണ് ഉണ്ടായത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാകുന്നില്ല അല്ലേ? എടാ, കണ്ട പറയൻ്റെയും പുലയൻ്റെയും കുടിലുകളിൽ കയറി ഇറങ്ങി അവരുടെ പിള്ളേരെ പഠിപ്പിക്കല്ലേ നിന്റെ ജോലി? ഓ, അതാണോ കാര്യം? അവർ മനുഷ്യരല്ലേ അമ്മാവ? മനുഷ്യനെ സ്നേഹിക്കുന്നതിൽ എന്താണ് തെറ്റ്? തെറ്റും ശരിയോ ഒന്നും നീ നോക്കണ്ട. ഓരോ ജാതിക്കും ഓരോ ആചാരവിശ്വാസങ്ങളുണ്ട്, അതനുസരിച്ച് ജീവിച്ചാൽ മതി. മേലാൽ ഏതൊരു ഹീനജാതിക്കാരൻ്റെ കുടിലിൽ നീ പോയെന്നറിഞ്ഞാൽ അപ്പോൾ നോക്കിക്കോ. എല്ലാവരെയും ആത്മസഹോദരരെ കണ്ടിരുന്ന നാണുവാശാനിൽ അമ്മാവൻ്റെ ഈ വക ഉഗ്രമായി താക്കീരുകളിലൊന്നും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഇതിനിടയിൽ 5 തെങ്ങിലുള്ള ഒരു സ്കൂളിൽ നാണുവാശാൻ അധ്യാപക വൃത്തിയിൽ ഏർപ്പെട്ടിരുന്നുവെങ്കിലും തൻ്റെ ദിനചര്യകൾക്കൊന്നും യാതൊരു മാറ്റവും വരുത്തിയില്ല. പകൽ സമയ അധ്യാപക വൃത്തിയിലും രാത്രികാലങ്ങളിൽ ചെമ്പഴന്തിക്ക് സമീപമുള്ള കുളത്തൂർ വേളി തുടങ്ങിയ കുറ്റിക്കാടികളിൽ ചുറ്റിത്തിരിഞ്ഞും കടൽ തീരങ്ങളിൽ ധ്യാനനിഷ്ഠനായി കഴിഞ്ഞും ദിവസങ്ങൾ പോക്കി തുടങ്ങി. ലൗകികമായ ജീവിതത്തിൻ്റെ ഊരാക്കുടുക്കിൽ നിന്ന് രക്ഷ നേടി അനന്തമായ ആത്മസത്തയിൽ ആമഗ്നനാകുവാൻ ആ യുവഹൃദയം ത്രസിച്ചു തുടങ്ങി.
പക്ഷെ നാണുവാശാൻ്റെ ഗ്രഹവുമായുള്ള ബന്ധം ദൃഢമായി അഭേദ്യമായി നിലകൊണ്ടു. നാണുവാശാൻ്റെ അമ്മ കുട്ടിയമ്മയാകട്ടെ തൻ്റെ മകൻ്റെ തലതിരിഞ്ഞ ജീവിത രീതി കണ്ട് അത്യന്തം വിഷമിച്ചു. ആ പാവപ്പെട്ട മാതാവ് ഒരു ദിവസം തൻ്റെ ദുഃഖങ്ങൾ ഭർത്താവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മാവനായ കൃഷ്ണൻ വൈദ്യർ അങ്ങോട്ട് കടന്നു വന്നത്. അവരുടെ സംഭാഷണത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അളിയ, നമ്മുടെ നാണുവിനെ ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. അവനാണ് ഈ കുടുംബത്തിന് ഭാരം ഏറ്റെടുക്കേണ്ടവൻ. അവനെക്കൊണ്ട് നമുക്ക് വിവാഹം കഴിപ്പിച്ചാൽ എന്താ? അവൻ വിവാഹിതനായാൽ കണ്ട കാളികൂളികളുടെ വീട്ടിൽ കയറി ഇറങ്ങാൻ അവസരമുണ്ടാകില്ലല്ലോ. അളിയ, അത് തന്നെയാണ് ഞങ്ങളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അളിയൻ്റെ ഒരു അനന്തരവൾ നെടുങ്കണ്ടിയിൽ താമസിക്കുന്നുണ്ടല്ലോ. അവരുടെ മകൾ ആ കാളിയുണ്ടല്ലോ. അവർക്ക് ആ കാളിയമ്മയെ നാണുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വലിയ താല്പര്യമുണ്ട്. ഓ, അങ്ങനെ ആ കാരണവർമാർ തമ്മിൽ ആലോചിച്ച് ആ വിവാഹം തീർച്ചപ്പെടുത്തി. അന്നങ്ങനെയാണ് വിവാഹത്തിന് പെണ്ണിൻ്റെയും ചെറുക്കൻ്റെയും സമ്മതം ചോദിക്കാറില്ല. എവിടെന്നെങ്കിലും ഒരുത്തിയെ കെട്ടിക്കൊണ്ട് വരും. ഏത് മൂങ്ങാമാർഗ സാധനമായാലും ശരി, ചെറുക്കൻ സ്വീകരിച്ചോളണം. പലപ്പോഴും കല്യാണം കഴിഞ്ഞായിരിക്കും ഈ പെണ്ണും ചെറുക്കനും സംഭവം തന്നെ അറിയുന്നത്. ഇന്നാണെങ്കിൽ നടക്കുമോ? നടക്കും. ഇന്ന് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും മാതാപിതാക്കൾ സംഭവം അറിയുന്നത്. എന്നാൽ പാരമ്പര്യമനുസരിച്ച് നമ്മുടെ നാണുവാശാൻ്റെ വിവാഹം നടന്നു എന്ന് തന്നെ പറയാം. നാണുവാശാൻ്റെ ഇളയ സഹോദരി ചെന്ന് കാളിയമ്മയ്ക്ക് പുടവ കൊടുത്ത് അവരെ ചെമ്പഴന്തിയിലെ വയലുവാരത്ത് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അങ്ങനെയാണ് ആ വിവാഹം നടന്നത്. അത് വളരെ ആർഭാടത്തോടു കൂടി തന്നെ വിദൂര ദേശത്ത് താമസിക്കുന്ന ബന്ധുക്കളും മിത്രങ്ങളും എല്ലാം അന്ന് ആ വിവാഹത്തിൽ പങ്കെടുത്തു. പക്ഷേ പെണ്ണിന് പുടവ് കൊടുത്ത് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമായില്ല. ഇനിയാണ് പ്രധാന ചടങ്ങ്. മറ്റൊന്നുമല്ല, പാണിഗ്രഹണം. അത് വരൻ തന്നെ നിർവഹിക്കണം. വധുവിൻ്റെ കൈപിടിച്ച് മന്ത്രം ചൊല്ലി വരൻ വധുവിനെ പുരയ്ക്കുള്ളിലേക്ക് ആനയിക്കണം. മുഹൂർത്ത സമയമായപ്പോൾ ബന്ധുമിത്രാദികൾ വിളിച്ചു നാണുവിനെ. പക്ഷെ നാണുവാശാൻ്റെ പ്രതിശബ്ദമില്ല. അതുവരെ വീട്ടിൽ വരുന്നവരെ സൽക്കരിച്ചും ബഹുമാനിച്ചും നിന്നിരുന്ന നാണുവാശാൻ മുഹൂർത്ത സമയമായപ്പോൾ അവിടെ കാണുന്നില്ല. അവർക്കാകെ വിഷമമായി. നാണു പോകാറുള്ള എല്ലായിടത്തും അന്വേഷിച്ചു. ഭവനങ്ങളൊക്കെ തിരഞ്ഞു. പക്ഷേ നാണുവാശാൻ്റെ പ്രതിശബ്ദമില്ല. രാത്രിയിലും അന്വേഷണം തുടർന്നു. പക്ഷെ നിരാശരായി ബന്ധുക്കൾ മടങ്ങേണ്ടി വന്നു. പാവനിരപരാധിയായ കാളിയമ്മ പാണിഗ്രഹണം കൂടാതെ തന്നെ ചെമ്പഴന്തിയിലെ വയൽവാരത്ത് വീട്ടിൽ കഴിച്ചുകൂട്ടി. ആ സൗന്ദര്യധാമം തൻ്റെ ഭർത്താവിനെയും പ്രതീക്ഷിച്ച് ദിനരാത്രങ്ങൾ തള്ളി നീക്കി. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കടന്നുപോയി. പക്ഷെ നാണുവാശാൻ വന്നില്ല. എന്തൊരു മനുഷ്യൻ! ഒരിക്കലെങ്കിലും ഈ മനുഷ്യൻ എൻ്റെ അടുത്തൊന്ന് വന്നുകൂടി. കരളിൽ കിനാവുമായി ചുടിയിൽ പൂന്തേനുമായി ദിനരാത്ര മിന്നി ഞാൻ കാത്തിരുന്നു. കാലം കഴിഞ്ഞിട്ടും മോഹം കൊഴിഞ്ഞിട്ടും ചാരത്തണഞ്ഞില്ല ഇഷ്ടദേവൻ എൻ്റെ ചാരത്തണഞ്ഞില്ല ഇഷ്ടദേവൻ. കാളിയമ്മ ചിന്തിക്കുന്നത് എത്ര കണ്ട് ശരിയാണ്. സ്ത്രീ സൗന്ദര്യത്തിന് വേണ്ടി പരാജയപ്പെടാത്ത ഏതെങ്കിലും ഒരു പുരുഷൻ ഈ ഭൂമുഖത്തുണ്ടോ? സർവസംഘ പരിത്യാഗികളായ മുനിശ്രേഷ്ഠന്മാരുടെ കാര്യം തന്നെ നമുക്കറിവുള്ളതല്ലേ. എന്നാൽ കാമകാഞ്ചനാദികൾ ലേശം പോലും ആഗ്രഹമില്ല. പെണ്ണിനോടും മണ്ണിനോടും പൊന്നിനോടും ഒട്ടുമേ ആഗ്രഹമില്ല. അങ്ങനെ നാണുവാശാൻ അതേ ദിവസം നേരെ പോയത് തിരുവനന്തപുരത്തിനടുത്തുള്ള അഗസ്ത്യർകൂടം മലയിലേക്കാണ്. കാട്ടരുവിയിലെ വെള്ളം കോരി കുടിച്ചും കായ്കനികൾ ഭക്ഷിച്ചും ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അവിടെ ഒരു വലിയ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ധ്യാന നിമഗ്നനായിരിക്കുകയാണ്. ഈ സമയത്ത് ആ കാടിൻ്റെ ഒരു ഭാഗത്തൊരു ശബ്ദം കേട്ടു. നാണുവാശാൻ തലതിരിഞ്ഞ് നോക്കിയപ്പോൾ ദാ വരുന്നു ഒരു കറുത്തു കുരുങ്ങിയ മനുഷ്യൻ്റെ അകമ്പടിയോടുകൂടി കുറേ ആളുകൾ. തൻ്റെ ബന്ധുജനങ്ങളിൽ ചിലർ. നാണുവാശാൻ അനങ്ങിയില്ല. അതേ ഇരിപ്പ് തന്നെ ഇരുന്നു. അവരിത് അടുത്തെത്തി. നാണുവിനോടായി ചോദിച്ചു, നാണു, ഇതുകൊണ്ട് അങ്ങേക്ക് എന്ത് പ്രയോജനം? നാണു അവരെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഞങ്ങളൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ പാവം നിരപരാധിയായ പെൺകുട്ടി കാളിയമ്മ അങ്ങയെയും പ്രതീക്ഷിച്ച് ദിവസങ്ങൾ തള്ളി നീക്കുന്നു. ഒരു നോക്ക് കാണുവാൻ, ആ ശബ്ദമൊന്ന് കേൾക്കുവാൻ. ഒടുവിൽ അവൾ നിരാശയായി സ്വന്തം ഗ്രഹത്തിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുകയാണ്. ഓ, അങ്ങനെയാണല്ലേ, ശരി.
എങ്കിൽ വരൂ, നമുക്ക് കാളിയമ്മയുടെ ഭവനത്തിലേക്ക് തന്നെ പോകാം. നെടുങ്കണ്ടയിലെ കാളിയമ്മയുടെ ഭവനത്തിലേക്ക് തന്നെ പോകാം. അവർ പ്രതീക്ഷയിന് വിപരീതമായി നാണുവശാൻ തിരിച്ചെത്തുന്നത് കണ്ടപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ സന്തോഷമായി. അവർ വളരെ സന്തോഷത്തോടു കൂടി നെടുങ്കണ്ടയിലെ കാളിയമ്മയുടെ ഭവനത്തിലെത്തി. അവിടെ ചെന്നപ്പോഴാകട്ടെ ആ അത്ഭുത കഥാപാത്രത്തെ ഒരു നോക്ക് കാണുവാൻ ആളുകൾ തടിച്ചുകൂടി. പതിവൃതാരക്തമായി കാളിയമ്മയാകട്ടെ നിർവൃതിയിലാണ്ടു. അവർ ഒരു താലത്തിൽ കുറച്ച് പഴങ്ങളും കുറച്ച് പാലുമായി നാണുവശാനെ സമീപിച്ചു. നാണുവശാനാകട്ടെ അതിൽ നിന്ന് ഒരു പഴമെടുത്ത് കഴിച്ചു. ബാക്കി പഴങ്ങൾ അവിടെ കൂടി നിന്നവർക്കായി വീതിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, സഹോദരി, ലൗകികമായി ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും ഓരോ കാര്യത്തിനായി ജനിച്ചിരിക്കുകയാണ്. നാമോ ചില പ്രത്യേക കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി ഇവിടെ അവതരിച്ചിരിക്കുകയാണ്. ആയതിനാൽ നാം നമ്മുടെ കാര്യം നോക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. എല്ലാവരെയും സർവശക്തനായി തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഇത്രയും പറഞ്ഞിട്ട് നാണുവശാൻ അവിടെ നിന്ന് ഇറങ്ങി നടന്നു. ലക്ഷ്യമുള്ള യാത്ര, നിരന്തരമായ യാത്ര. പശ്ചാത്തലമെല്ലാം വെടിഞ്ഞമർത്തിൽ മനഃശാന്തി തേടി അലഞ്ഞിടുന്നു. പല നാളും അങ്ങനെ സഞ്ചരിച്ചു. ഒരു കാനനത്തിൽ നടുവിലെത്തി.